നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. 3 ദിവസത്തെ തെരച്ചിലിനൊടുവിൽ പുഴയിൽ കാണാതായ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. എളന്നൂർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട പെൺകുട്ടിയുടെ മൃതദേഹം 28 കിലോമീറ്ററോളം അകലെ പറശ്ശിനിക്കടവിൽ നിന്നാണ് കണ്ടെത്തിയത്. കോഴിക്കോട് കുറ്റ്യാടി സ്വദേശി ഇർഫാനയുടെ മൃതദേഹമാണ് തിങ്കളാഴ്ച ഉച്ചയോടെ കണ്ടെത്തിയത്. ശനിയാഴ്ച വൈകിട്ട് 4ഓടെയാണ് എളമന്നൂരിൽ കുളിക്കാനിറങ്ങിയ ഇർഫാന ഒഴുക്കിൽപ്പെട്ടത്. അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് 3 ദിവസമായി പുഴയിൽ തിരച്ചിൽ നടത്തി വരികയായിരുന്നു. പറശ്ശിനിക്കടവ് ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റിന് സമീപത്തായി പുഴയോരത്താണ് മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് തളിപ്പറമ്പ് പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി. മട്ടന്നൂർ പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് ഇർഫാനയുടെ ബന്ധുക്കളും എത്തി മൃതദേഹം തിരിച്ചറിഞ്ഞു. ഓണാവധിക്ക് വെളിയമ്പ്രയിലെ മാതാവിന്റെ വീട്ടിലെത്തിയതായിരുന്നു ഇർഫാന. ബന്ധുക്കൾക്കൊപ്പം പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് ഒഴുക്കിൽപ്പെട്ടത്. ശനിയാഴ്ച ഇർഫാന ഒഴുക്കിൽപ്പെടുമ്പോൾ പഴശ്ശി ഡാമിന്റെ ഷട്ടറുകൾ തുറന്ന നിലയിലായിരുന്നു. പിന്നീട് തെരച്ചിലിനായി 2 ദിവസം ഷട്ടറുകൾ അടച്ചിട്ടിരുന്നു. റിസർവോയറിന്റെ സമീപ പ്രദേശങ്ങളിൽ വെള്ളം ഉയർന്നതോടെ ഞായറാഴ്ച വൈകിട്ട് ഷട്ടറുകൾ തുറന്നു. അഗ്നിരക്ഷാസേനയുടെ സ്കൂബ ഡൈവിംഗ് സംഘവും സിവിൽ ഡിഫൻസ് അംഗങ്ങളും നാട്ടുകാരും ചേർന്നാണ് തെരച്ചിൽ നടത്തിയത്. തളിപ്പറമ്പ് SI KV സതീശൻ, ഫയർ സ്റ്റേഷൻ ഓഫീസർ N കുര്യാക്കോസ്, മട്ടന്നൂർ SI DP ലിനേഷ് തുടങ്ങിയവർ സ്ഥലത്തെത്തി. കുറ്റ്യാടി വളയം നരിക്കോട്ടുംപാലം കണ്ടോത്ത് വീട്ടിൽ ഖലീൽ റഹ്മാന്റെയും സമീറയുടെയും ഏക മകളാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം തിങ്കളാഴ്ച വൈകിട്ടോടെ എളമന്നൂരിലെത്തിച്ചു. തുടർന്ന് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയി.